ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോട്ടിവേഷനെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. പണമല്ല എല്ലാം എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ അത് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചത് കൊണ്ടാണ്. സ്നേഹവും സമാധാനവും ഒക്കെ വേണം, പക്ഷേ വിശക്കുമ്പോൾ ആഹാരം കഴിക്കണമെങ്കിൽ കയ്യിൽ പണം തന്നെ വേണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ സ്നേഹം കൊടുത്താൽ അവർ ചികിത്സിക്കില്ല, അവിടെയും പണം തന്നെ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുടുംബയോഗത്തിലോ അല്ലെ കൂട്ടുകാരുടെ ഇടയിലോ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ അറിവുള്ളവനാണോ? കൂടുതൽ മൊഞ്ചുള്ളവനാണോ? അല്ല, ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പണമുള്ളവനാണ്. അവൻ പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ പോലും കേട്ടു നിൽക്കാൻ ആളുണ്ടാകും. പണമില്ലാത്തവൻ്റെ വാക്കിന് ഈ ലോകത്ത് ഒരു പുല്ല് വിലയുമില്ല. നീ എത്ര നല്ലവനാണെങ്കിലും നിന്റെ പോക്കറ്റ് കാലിയാണെങ്കിൽ ലോകം നിന്നെ ഒരു തോൽവിയായിട്ടേ കാണൂ. നിന്റെ കഴിവിനെ ലോകം അംഗീകരിക്കണമെങ്കിൽ ആദ്യം നീ നിന്റെ സാമ്പത്തിക നില ഉയർത്തണം. അതാണ് ഈ ലോകത്തിൻ്റെ നിയമം. പണം എന്നാൽ വെറും ലക്ഷറി മാത്രമല്ല, അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുക. പണം എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നാണ്. ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, നിന്നെ അപമാനിക്കുന്നവരുടെ മുഖത്ത് നോക്കി നോ പറയാനുള്ള സ്വാതന്ത്ര്യം, നിന്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ പണത്തിന് പിന്നാലെ ഓടുന്നത് കാറ് വാങ്ങാനോ ബംഗ്ലാവ് കെട്ടാനോ മാത്രമല്ല, മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ തലയുയർത്തി ജീവിക്കാനാണ്. വെറുതെ സ്വപ്നം കണ്ടിരുന്നാൽ പണം വരില്ല, ഭാഗ്യം വരുമെന്ന് കരുതി കാത്തിരിക്കരുത്. കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ട് മാത്രം പണക്കാരനാകണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ കൂലിപ്പണിക്കാരനായിരുന്നേനെ. നിന്റെ സ്കില്ല് വളർത്തുക, ലോകത്തിന് ആവശ്യമുള്ളത് എന്താണോ അത് നൽകുക. പണം ഒരു ബൈ പ്രൊഡക്റ്റാണ്. നീ മൂല്യമുള്ളവനായാൽ പണം നിന്നെ തേടി വരും. നിന്റെ സമയം മറ്റൊരാൾക്ക് വേണ്ടി വിൽക്കുന്നത് നിർത്തി നീ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു തുടങ്ങുക. അവസാനമായി ഒന്നേ പറയാനുള്ളൂ, ദരിദ്രനായി ജനിക്കുന്നത് ഒരിക്കലും നിന്റെ തെറ്റല്ല, പക്ഷേ ദരിദ്രനായി മരിക്കുന്നത് നിന്റെ മാത്രം തെറ്റാണ്. ഇന്ന് നിന്നെ പുച്ഛിക്കുന്നവർ നാളെ നിന്നെ നോക്കി സല്യൂട്ട് അടിക്കണമെങ്കിൽ ഇന്ന് നീ നിന്റെ ഉറക്കം കളഞ്ഞ് അധ്വാനിച്ചേ മതിയാകൂ. എഴുന്നേൽക്കൂ സഹോദര, നിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സമയമായി. ഓൾ ദ ബെസ്റ്റ്.